പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോയുമായി വന്നതിൻ്റെ ഉദ്ദേശം, അതായത് ഡിഗ്രി ലെവൽ തസ്തികകളിലേക്ക് PSC പുതിയ നോട്ടിഫിക്കേഷനുകൾ വിളിക്കാൻ പോകുന്നു എന്ന പശ്ചാത്തലത്തിലാണ്. അതായത് ഡിഗ്രി ലെവൽ നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നൽകുന്ന പരീക്ഷയായിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ മാസം ഒക്ടോബർ 15-ന് PSC പുറപ്പെടുവിക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. PSC ഡിഗ്രി ലെവൽ നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നൽകുന്ന പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ. നമ്മൾ ആ അസിസ്റ്റന്റ് പരീക്ഷയുടെ മുൻകാല വിശദാംശങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നിയമന ശുപാർശ അതുമായി ബന്ധപ്പെട്ട് കൂടുതലായി നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം, ആ പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം, ആ പരീക്ഷയ്ക്ക് ഏതൊക്കെ ബുക്സുകൾ നമുക്ക് റെഫർ ചെയ്യാൻ സാധിക്കും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ രണ്ട് രീതിയിലാണ് PSC നടത്തുന്നത്. ഒന്ന്, ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഒരു ഘട്ടത്തിൽ പരീക്ഷ നടത്തുന്നു. മറ്റൊരു ഘട്ടത്തിൽ, അതായത് ലാഭകരം അല്ലാത്ത കുറച്ച് സ്ഥാപനങ്ങളുണ്ട് കമ്പനി ബോർഡ്, അപ്പോൾ അതിലേക്കും അത്തരത്തിൽ പരീക്ഷ നടത്തുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞതിൽ KSFE, അതുപോലെ തന്നെ കെൽട്രോൺ, KMML, മലബാർ സിമൻസ്, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയ KSEB തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞ രണ്ടാം ഘട്ടത്തിലെ പരീക്ഷയ്ക്ക് KSRTC, അതുപോലെ തന്നെ ഫാമിംഗ് കോർപ്പറേഷൻ, SSC/ST ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തുടങ്ങിയവയൊക്കെ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഓർക്കേണ്ട കാര്യം, അതായത് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണിത്. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ 40,000-ലധികം രൂപ ശമ്പളം ലഭിക്കുന്ന ഒരു നല്ല തസ്തികയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2022-ൽ നോട്ടിഫിക്കേഷൻ നടന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ, അതായത് KSFE, അതുപോലെ തന്നെ KSEB തുടങ്ങിയ മുതലായവകളിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്ക് നടന്ന പരീക്ഷ. അപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടന്നത്. അപ്പോൾ ആദ്യം പ്രിലിംസ്, അതിനുശേഷം മെയിൻസ് ആണ്. അപ്പോൾ പ്രിലിംസ് നടന്ന പരീക്ഷയ്ക്ക് കട്ട് ഓഫ് മാർക്ക് എന്നുള്ളത് 39.0776 ആണ്. ഒരു സാധാരണ നിലയിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയായാലും പ്രിലിംസ് അത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ആ പരീക്ഷയുടെ പ്രിലിംസ് കഴിഞ്ഞ് നടന്ന മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് 43.33 ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അത്തരത്തിൽ പ്രധാനമായിട്ടും ആ പഠനത്തെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയവർക്ക് ആ ലിസ്റ്റിൽ ഇടം പിടിക്കാനും അവർക്ക് ജോലി ലഭിക്കാനും കാരണമായി എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ 3785 ആൾക്കാരെയാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്. അതിൽ നിലവിൽ ലിസ്റ്റ് 1.5 വർഷക്കാലം പിന്നിടുമ്പോൾ 1621 പേർക്ക് PSC നിയമന ശുപാർശ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പകുതിയിലേറെ നിയമനം നിലവിൽ നടന്നിട്ടുണ്ട്. ഇനി ബാക്കി 1.5 വർഷക്കാലം കൂടി ആ ലിസ്റ്റിന്റെ കാലാവധിയുണ്ട്. സ്വാഭാവികമായിട്ടും ആ ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതും സപ്ലിമെന്ററിയിൽ നിന്ന് പോലും എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത പരീക്ഷകൾക്കും, ഓരോ ഘട്ടത്തിൽ നടക്കുന്ന പരീക്ഷകൾക്കും 4500, 5000-ലധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ആ തയ്യാറെടുപ്പുകൾ നമ്മൾ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻ വരുന്നു, പ്രിലിംസ് നടക്കും, അതിനുശേഷം മെയിൻസ്. ഇനിയും നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. ആ സമയം കൃത്യമായിട്ട് നമ്മൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ, അതായത് സിമ്പിളായിട്ട് നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രിലിംസ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാര്യം, നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയതായിട്ട് വന്ന ഉദ്യോഗാർത്ഥികൾക്കും അതായത് അത്തരത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന സംഗതിയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഡിഗ്രി ലെവലിലേക്ക് PSC ഒരു പരീക്ഷ നടത്തുമ്പോൾ
അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ്റെ നിലവാരം നല്ല രീതിയിൽ അതായത് മുന്നോട്ട് കൊണ്ടുപോകും PSC. അതുപോലെ തന്നെ അത്തരത്തിലുള്ള നമ്മൾ കേവലം അതായത് കുറച്ച് പേരിരുന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ കമ്പൈൻ സ്റ്റഡി നടത്തിയത് കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ പഠനം കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മളുടെ സെൽഫ് സ്റ്റഡി കൊണ്ടോ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ കഴിയുകയില്ല. അതിന് വ്യക്തമായിട്ടുള്ള അതായത് സിലബസ് അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള പഠനം നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് നമ്മൾ ആദ്യം വേണ്ടത് നമ്മൾ ഒരു സ്ഥാപനത്തെ അതായത് നമ്മളുടെ മെന്ററായി ഒരു സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച നമ്മുടെ സ്ഥാപനമാണ് ഹോബ്സ് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ LD ആയാലും PSC നടത്തുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പരീക്ഷയായിട്ടുള്ള LGS പരീക്ഷയായാലും അതുപോലെ തന്നെ LP-UP പരീക്ഷയായാലും അത്തരത്തിൽ CPO വുമൺ CPO പരീക്ഷയായാലും അത്തരത്തിലുള്ള വിവിധ പരീക്ഷകൾക്ക് ഏകദേശം ആദ്യ 100 റാങ്കുകളിൽ നമ്മുടെ കുട്ടികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അത്തരത്തിലുള്ള മികച്ച അധ്യാപകരെ കൊണ്ട് അതുപോലെ തന്നെ സ്ഥാപനം നൽകുന്ന അതായത് പടവുകൾ ഉൾപ്പെടുന്ന മെറ്റീരിയൽ സംവിധാനങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ സ്ഥാപനത്തിലെ അത്തരത്തിലുള്ള സ്റ്റാഫുകൾ നൽകുന്ന നിർദ്ദേശങ്ങളും അവരുടെ പ്രയത്നവും കൊണ്ടൊക്കെ പ്രധാനമായിട്ടും നമുക്ക് അത്തരത്തിലുള്ള റിസൾട്ടുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥാപനം എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ അതായത് റിസൾട്ടുള്ള സ്ഥാപനം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതായത് നിയമനം ലഭിച്ച് ജോലി കിട്ടിപ്പോയ ആൾക്കാരുടെ എണ്ണം നോക്കി അത്തരത്തിൽ റിസൾട്ടുള്ള സ്ഥാപനം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള പഠന നിലവാരം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഹോബ്സ് എപ്പോഴും മികച്ച അധ്യാപകരെയാണ് അത്തരത്തിൽ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി നിലനിർത്തുന്നത്. അതുപോലെ തന്നെ അവരെ കൊണ്ട് മാക്സിമം അത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് നൽകാനും ഹോബ്സ് നിർദ്ദേശിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ അത്തരത്തിലൊരു സ്ഥാപനം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഇതിൻ്റെ പഠനത്തിലേക്ക് പോകുമ്പോൾ വളരെ വിശദമായിട്ടുള്ള പഠനം, അതായത് PSC കൃത്യമായിട്ട് സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് സിലബസിന് പുറത്തുനിന്ന് പഠിക്കാതെ, ഈ അടുത്ത് നടന്ന പരീക്ഷകൾക്കെല്ലാം സിലബസിന് അകത്തു നിന്നാണ് PSC ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിലബസ് അറിഞ്ഞ് സിലബസ് കൃത്യമായി പ്രിന്റ് ഔട്ട് എടുത്തു വെച്ച് അവിടെ മുതൽ പഠനം തുടങ്ങുക. PSCയുടെ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് സ്കൂൾ അധ്യാപകരാണ്. അതൊന്ന് ശ്രദ്ധയിൽ നിങ്ങൾ വെച്ചിരിക്കണം. സ്കൂൾ അധ്യാപകർ ഒരിക്കലും റാങ്ക് ഫയൽ ചൂസ് ചെയ്യില്ല. അവർ ചൂസ് ചെയ്യുന്നത് സ്കൂൾ പാഠപുസ്തകമാണ്, അവരുടെ കയ്യിലുള്ള ടീച്ചേഴ്സ് ഹാൻഡ് ടെക്സ്റ്റ് ആണ്, കൂടാതെ ചരിത്ര പുസ്തകങ്ങളുമാണ്. അപ്പോൾ സ്കൂൾ പാഠപുസ്തകം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. മാറിയ സ്കൂൾ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ. പിന്നീട് ഹിസ്റ്ററി, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, ജോഗ്രഫി തുടങ്ങിയ ബേസുകളിലുള്ള ടെക്സ്റ്റുകളുണ്ട്. അതായത് പല ചരിത്രകാരന്മാരെഴുതിയ, അതല്ലെങ്കിൽ പ്രധാനമായിട്ടും അത്തരത്തിൽ ഡിഗ്രി ലെവലിൽ അവർക്ക് പഠിക്കാൻ കൊടുക്കുന്ന ആ ടെക്സ്റ്റുകൾ കൃത്യമായിട്ട് വായിക്കുക, പഠിക്കുക. പിന്നീട് നമ്മൾ ഡെയിലി പത്രം വായന ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ, ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ ടോപ്പിക്ക് വൈസായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾ പഠനം കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത ആ പരീക്ഷയെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു രീതി, നമ്മുടെ ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ തരുന്ന നോട്ട്സുകൾ, അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ഉദ്യോഗാർത്ഥികളെ പോലെ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ മാർക്ക് വിഭജനം എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്ക് മാത്സ്, 20 മാർക്ക്
ഇംഗ്ലീഷ്, 10 മാർക്ക് മലയാളം, 50 മാർക്കാണ് ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ ഉള്ളത്. പിന്നീട് ഹിസ്റ്ററി 10, അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ സ്പോർട്സ് 10, സിവിക്സ് 5, അതുപോലെ തന്നെ ജോഗ്രഫി 5, എക്കണോമിക്സ് 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5, IT 5, സയൻസ് ആൻഡ് ടെക്നോളജി 5. ഇങ്ങനെ ആകെ 100 മാർക്കിലേക്കാണ് ആ പരീക്ഷയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സിലബസ് അനുസരിച്ച് സ്കൂൾ പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി, ചരിത്ര പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, ആനുകാലിക വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അത്തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളെ അതായത് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ, അതായത് ഹോബ്സിൽ പുതിയതായിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഹോബ്സിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ അത്തരത്തിൽ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ സഹായിക്കാനായിട്ട് അത്തരത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പരീക്ഷയെ കൃത്യമായിട്ട് മുന്നിൽ കണ്ട്, അതായത് നിങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞ് പഠിക്കുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്.